മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് യോഗം. റവന്യൂ, നിയമ, വഖഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഭൂമിയിൽ പ്രദേശവാസികൾക്കുള്ള റവന്യൂ അവകാശം എങ്ങനെ നൽകാമെന്നതാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. മുനമ്പത്തെ ഭൂമിയിൽ നിന്നും ആരെയും ഇറക്കിവിടില്ല എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ സർക്കാരിനുള്ളത്. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് കാവ്യ. നമ്മളിപ്പോൾ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ മുനമ്പത്തെ ഭൂമിയിൽ നിന്നും ഒരാളെയും ഇറക്കിവിടില്ല എന്ന ഉറപ്പ് അത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും നേരത്തെ തന്നെ അവർക്ക് നൽകിയിട്ടുള്ളതാണ്. ആ ഒരു ഉറപ്പ് എങ്ങനെ നിയമപരമായി തന്നെ കൂടുതലായി അവരിലേക്ക് എത്തിക്കാം, നിയമപരമായി തന്നെ ഉറപ്പിക്കാം എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി അല്ലെങ്കിൽ അജണ്ടയായി വരുന്നത്. എപ്പോഴായിരിക്കും ഈ യോഗം? ആരൊക്കെ പങ്കെടുക്കും? തീർച്ചയായും കാവ്യ, അതുതന്നെയാണ് ഈ പ്രശ്നം. ഈ മുനമ്പത്ത് നിൽക്കുന്ന ഈ പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് അത് മതപരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നിരിക്കെ ഈ ഭൂമി വിലയ്ക്ക് കൊടുത്തുകൊണ്ട് കോഴിക്കോട് ഒരു കോളേജ് പണിയുന്ന ഒരു സാഹചര്യമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഭൂമിയുടെ റവന്യൂ അധികാരം ഈ അവിടെ താമസിക്കുന്ന 600ഓളം വരുന്ന കുടുംബങ്ങൾക്കുണ്ടായിരിക്കെ നിയമപരമായി അത് വഖഫിൻ്റെ ഭൂമിയാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിലൊരു രമ്യമായി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നതാണ് സർക്കാർ കാണുന്നത്. ഈ വിഷയം പറയുന്ന സമയത്ത് തന്നെ ഇത് വഖഫിൻ്റെ ഭൂമിയാണ് എന്നുള്ളതിന് ഉള്ള രേഖകളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൈരളി ന്യൂസ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യം അത് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ UDF കാലത്ത് വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന ആൾ തന്നെയാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളൊരു രേഖ ഒപ്പിട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ചേരുന്നത്. നിയമ, റവന്യൂ, വഖഫ് ബോർഡ് മന്ത്രിമാരും അതിനൊപ്പം തന്നെ വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെയും ഈ സ്ഥലത്ത് നിന്ന് കുടിയിറക്കില്ല എന്നതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. ഇതുമായി ഈ ഒരു കാര്യം ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും ഈ വിഷയത്തിലുള്ള യോഗം ചേരുക എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ പ്രദേശവാസികൾക്ക് ഈ റവന്യൂ അവകാശം ലഭിക്കണം, ആ ഒരു ലക്ഷ്യം വെച്ചായിരിക്കും ഈ യോഗം ഇന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലങ്ങളിലൊക്കെ തന്നെയും ഈ മുനമ്പം വിഷയം അത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനും അതിനൊപ്പം തന്നെ ഒരു മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഈ മുനമ്പം വിഷയത്തെ കാണുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതിനൊപ്പം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ഒരു മുനമ്പം വിഷയത്തിൽ സർക്കാരും അതിനൊപ്പം തന്നെ മറ്റ് ഈ വഖഫ് ബോർഡ് ഈ മുനമ്പം വിഷയത്തിലുള്ള സമിതി ആളുകളൊക്കെ തന്നെയും രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മുനമ്പം സമിതി ആളുകളൊക്കെ തന്നെയും പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് രാഷ്ട്രീയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയമായ പരിഹാരമല്ല മുനമ്പത്ത് ആവശ്യം, അവിടെ നിയമപരമായ ഒരു പരിഹാരമാണ് ആവശ്യം. ഇത് മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇന്ന് ഉന്നതതല യോഗം ചേരുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം മുനമ്പത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആരെയും കുടിയിറക്കില്ല എന്നതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ് എന്നുള്ളത് തന്നെയാണ്. കോടതിയിൽ നിലവിലുള്ള കേസുകളുടെ സ്ഥിതി അടക്കം യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പരിഹാരത്തിനപ്പുറത്ത് നിയമപരമായ പരിഹാരമാണ് മുനമ്പത്ത് സർക്കാർ ശാശ്വതമായ ഒരു പരിഹാരമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ചേരുക. നിയമമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒപ്പം വഖഫ് മന്ത്രിയും വഖഫ് ബോർഡ് ചെയർമാനും ഒപ്പം വകുപ്പ് സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് കാവ്യ.